കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീ കൃഷ്ണാവതാരത്തിൽ സമന്തകം വരികൾ സഹിതം തുടരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ബാലന്മാർ കൂണെടുത്ത് പിടിക്കുന്നതുപോലെ ബാലഗോപാലൻ ഗിരി പൊങ്ങിച്ചു സപ്തദിനം. നമസ്തേ കൃഷ്ണായ തേ അത്ഭുത കർമ്മണേ ദേ. നമസ്തേ ജഗൽ സൃഷ്ടിസ്ഥിതി നാശനമൂർത്തി ആദ്യന്തമില്ലാതനന്താത്മനേ കൂടസ്ഥായ വേദ്യമല്ലാത പരമാത്മനേ കൃഷ്ണായ ദേ. ഇങ്ങനെ പറഞ്ഞവർ പിന്നെയും ചൊല്ലിയിടിനായിരുന്നു, നീ വല്ലിടവും വേഗേന പോയിടടോ. ഇത്തരം കേട്ടു ശരതന്നോവും ഭയത്തോടു സത്വരമക്രൂരങ്കൽ മണിയും സമർപ്പിച്ചു. 100 യോജനദിനം പായുന്ന വാജിയേറി നീറുന്നോരുള്ളവുമായി പാഞ്ഞതു പല ദിശയും. ഗരുഡധ്വജമേറി സീരിയും കൃഷ്ണൻ താനും ഒരുമിച്ചെത്തുന്നതു വഴിയേ എന്നേ വേണ്ടു. മിഥിലാപുരം ബുക്ക നേരത്തു കുതിരയും പതിതാൻ മരിച്ചതു ശരതന്നാബുധന്റെ. അപ്പോഴുതവിടേക്കു കൃഷ്ണനും രാമൻ താനും ഒപ്പമായി എതിർത്തടുത്തിടുന്നതു കണ്ട് സത്വരമോടി ശരതന്നാവും അതു നേരം. സത്വരം തേരിൽ നിന്നങ്ങിറങ്ങി മുകുന്ദനും സത്വരം ഓടി ഓടി തൊട്ടിട്ടും തൊടാതെയും മിഥില രാജ്യത്തിന്റെ ഉത്തരഭാഗത്തിങ്കൽ ശോഭിച്ചോരു ഭവനസീമനീ ചെന്ന നേരം പേടിച്ചു ശരതന്നാവാകിയ ഗുരുദ്രുഹം. കടുക്കുന്നത് ഗോപാൽ വധിച്ചു മുകുന്ദനും ചക്രത്താൽ ശരധനുസ്സാകിയ ദുഷ്ടനെയും ചക്രപാണിയും വധിച്ചിടിനൂരനന്തരം ചത്തുവീണവൻ തന്റെ ശീലയിൽ സൂക്ഷ്മശീല ചിത്രമാം വില്ലിന്മേലും മണിയെ നോക്കി കൃഷ്ണൻ തിരഞ്ഞു കാണാഞ്ഞിട്ടു രാമനോടായി കൃഷ്ണൻ പറഞ്ഞു, വൃഥാലിവൻ തന്നെ നാം കൊന്നു കഷ്ടം. ഇവന്റെ കയ്യിൽ മണിരത്നത്തെ കാണാനില്ല. ഏവം കൃഷ്ണന്റെ വാക്യം കേട്ടു രാമനുള്ളിൽ ഏതുമേ ബോധിക്കാഞ്ഞു ചിന്തിച്ചു പറഞ്ഞതു. ചേതസ്സിലോർത്താലൊന്നു തോന്നുന്നതെനിക്കിപ്പോൾ, മറ്റൊരു പുരുഷങ്കൽ രത്നത്തെ ഇവൻ ദാനം ഉറ്റ വിശ്വാസത്തോടു ഭീതി കൊണ്ടെന്നാകിലോ കൊടുത്തിരുന്നു. മമ നിശ്ചയമതിന്നു നീ പടുത്തമോടും അങ്ങു പോച്ചെന്നു മണിയതു വരുത്തിയിടുക. ജ്ഞാനം ഇതിലൻ തന്നെ കണ്ടുവരുവൻ വൈകിടാതെയെന്നോ. രാമനും ചൊല്ലിച്ചെന്നത് വിദേകന്റെ മന്ദിരേ അതു നേരം. ചെന്നോ സൽക്കാരം ചെയ്തു മോദേന വിദേകനും തന്നെ രാജ്യത്തിങ്കലിരുത്തി വിദേകനും
അന്നു രാമങ്കിൽ നിന്നു പഠിച്ചു ദുര്യോധനൻ മംഗലഗത യുദ്ധമെത്രയും ശിക്ഷയോടും. മംഗലമൂർത്തി കൃഷ്ണൻ ദ്വാരക പൊക്കു വേഗം തന്നെ വർഗങ്ങളോടിക്കഥ അറിയിച്ചു. പിന്നെ താൻ മണി കണ്ടില്ലെന്നതും ചൊല്ലി ശേഷം സത്യഭാമയെ കണ്ടിട്ടവൾ തൻ പിതാവിനും ഉത്തമമായ പിതൃകർമാദി ചെയ്യിപ്പിച്ചു. പിന്നെ തൻ മണിയെയും അന്വേഷിച്ചംബൂജാക്ഷൻ തന്നെ പുരത്തെങ്കിലിരുന്നു മോദത്തോടും. അന്നേരം അക്രൂരനും കൃതവർമാവും കൂടി വന്നോരു വിദ്യ പോയി കാശിയിൽ ഗൂഢമായി വാണിതു. പിന്നെ പല യാഗമങ്ങക്രൂരനും ക്ഷീണത എന്നെ ബഹുദക്ഷിണയോടും കൂടി ചിരിതങ്ങനെ വസിച്ചിടുന്ന കാലത്തിങ്കൽ കാണായി ദ്വാരകയിൽ അനർത്ഥം പലവിധം. ആദിഭൗതിക ദൈവീകങ്ങളാൽ വർഷാദിയാൽ ചേതസി ദുഃഖം പൂണ്ടു ദ്വാരകാവാസികളും. വൃദ്ധന്മാരായ യദുകുലങ്ങൾ വിചാരിച്ചു മുക്തലോചനോട് ചൊല്ലിനാർ പുരാവൃത്തം. കാശിഷ്യൻ ദശാബ്ദം വർഷമില്ലാഞ്ഞതു മൂലം ദേശവാസികളോട് ദുഃഖിച്ചു. പിന്നെയവൻ മുഖ്യനാം ശബൽക്കനെ കൊണ്ടുപോയി രാജ്യത്തിങ്കൽ മുഖ്യമായി വച്ചാൻ. അപ്പോൾ വർഷവുമുണ്ടായി വന്നു ദുഃഖങ്ങൾ തീർന്നിടുവാൻ. കാശി ഭൂപതി തന്റെ വിഖ്യാത ഗുണയായ ഗാന്ധിനി തന്നെയെന്നു നൽകിനാൻ ശബൽക്കനൂതൽ പുത്രൻ അക്രൂരനും. ആകയാൽ ഇവൻ മഹാമതിമാൻ ഭാഗ്യവൃദ്ധൻ. താതന്റെ ഗുണങ്ങളിലേതുമേ കുറവില്ല. ചേതസീധരിക്ക നീ അക്രൂരനറിഞ്ഞാലും. ആകയാൽ അക്രൂരനങ്ങിരിക്കും അവിടത്തിൽ. ശോകങ്ങളൊന്നുമുണ്ടായി വരികയില്ലതാനും. ആകയാൽ അവൻ തന്നെ തിരഞ്ഞു വരുത്തേണം. ശോകങ്ങളൊന്നിനാലും പിന്നീടും നമുക്കില്ല. ഇത്തരം കേട്ടു കൃഷ്ണൻ സത്തരം അക്രൂരനെ ചിത്തമോഹേന കാൺമാൻ വരുത്തിയതു നേരം. എത്രയും ഭയം പൂണ്ട് മേവുന്നോരക്രൂരനെ ചിത്തമോദേന കണ്ടു കൃഷ്ണനും ചൊല്ലിയിടിനാൻ. നിന്നെ കണ്ടത് മൂലം ഞങ്ങൾക്കുള്ളൊരു ദുഃഖം ഒന്നൊഴിയാതെ തീർന്നു സൗഖ്യമായി വന്നിതിപ്പോൾ. യജ്ഞങ്ങളെല്ലാം ഒരു വിഘ്നവും വന്നിടാതെ അജ്ഞാനമെന്നെ സമാപ്തികളും സാധിച്ചിതോ. നിന്നുടെ കയ്യിൽ മണിയിരിക്കുന്നതുമെല്ലാം മുന്നേ ഞാൻ അറിഞ്ഞിരിക്കുന്നതു മകാമതേ. സത്രാജിത്തിന് പുത്രരില്ലായ നിമിത്തമായി പുത്രന്മാർക്കു തന്മണിക്ക് അവകാശം. എന്നിരിക്കലും മറ്റുമാർക്കുമേ മണി ഇത് തന്നെ കണ്ഠേ ധരിച്ചിടുന്നതല്ലാകയാൽ നിന്നുടെ കരേ മണി വഹിച്ചു കൊണ്ടിടുക എന്നുമേ മമ ജ്യേഷ്ഠൻ രാമനും ജനങ്ങൾക്കും. ഇന്നിനി സംശയങ്ങൾ തീരുവാനായിക്കൊണ്ടു എന്നുടെ കരം തന്നിൽ തന്നാലും മണിയതു ഇന്നിവർ കാശു കാട്ടി നിൻ കയ്യിലപ്പോൾ തരാം. ഇത്തരമക്രൂരനും കേട്ടുതൻ ശീലയിൽ നിന്ന് ഉത്തമമായ മണിയെടുത്തു കൃഷ്ണൻ കയ്യിൽ കൊടുത്താൻ. അതു നേരം യാദവർക്കെല്ലാവർക്കും ഉടനെ സംശയവും തീർന്നതങ്ങനന്തരം രാമനെ വേഗം വരുത്തിയിടിനാൻ കൃഷ്ണൻ താനും. രാമനും ഇവ കേട്ട് സന്ദേഹം തീർന്നു മോദാൽ സാമോദം പുണർന്നിതു കൃഷ്ണനെ രാമൻ താനും. 5-6 സംവത്സരം പിരിഞ്ഞ വാണമൂലം
തഞ്ചിനോരന്തസ്താപം തീർന്നു രാമന്റെ കയ്യിൽ കൊടുത്തു കാണിച്ചതു രത്നവും അതു പിന്നെ പടുത്തമോടും കൃഷ്ണൻ അക്രൂരൻ കയ്യിൽ നൽകി. ഹേ നൃപ, മാധവനും സത്യഭാമതൻ പുത്രർക്കാകുമോ മണിയെന്നോ രാമനോടുരച്ചപ്പോൾ മാധവൻ തന്നോടായി രാമനും പറഞ്ഞതു. ബോധിക്ക നമുക്കിവയൊന്നും ഓർക്കേണ്ടതില്ല. ജാമ്പവാൻ പുത്രിയോട് നൽകിനാൻ എവിടേക്കു ജാമ്പവതി തൻ പുത്രന്മാർക്കു താൻ വേണ്ടതെന്നോ പറഞ്ഞിട്ട ക്രൂരന്റെ കരത്തിൽ പിന്നെ രത്നം പറഞ്ഞ വണ്ണം പ്രത്യർപ്പിച്ചതു മഹാവിഭൂ. യാതൊരു ഭഗവാനായി വിഷ്ണുമാമീശൻ തന്റെ യാതൊരു കഥയിക വ്രജനകരമായി മംഗലമാകുമിതു കേൾക്കിലും ചൊല്ലിയിടിലും തന്നെ ചിത്തേ ചിന്തിച്ചേടിലും അവർ തന്റെ ദുഷ്കീർത്തി മഹാപാപമൊക്കെയും ശാന്തമായി സൽകീർത്തി പ്രവരരായി വന്നിടുമെന്നു നൂനം. നമസ്തേ. അടുത്ത ഭാഗം കാളിന്തി വിവാഹം വരികൾ സഹിതം തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ അടുത്ത ഭാഗം കാളിന്തി വിവാഹം വരികൾ സഹിതം തുടരും നാളെ. നമസ്തേ.